ഹലോ എവരി വൺ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്നോർമൽ ഗെയിൻ ആൻഡ് നോർമൽ ലോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു സിമ്പിൾ പ്രോബ്ലമാണ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലത്തെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യുവേഷൻ വരുന്നത് എന്ന് മാത്രമേ നോക്കാനുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. From the following information given to you, prepare process B account, normal loss account or abnormal loss or gain account as the case may be. Then details കൊടുത്തിട്ടുണ്ട്. 2000 units are transferred to process B account. അതായത് പ്രോസസ് ബി അക്കൗണ്ട് മാത്രമേ നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാനുള്ളൂ. പ്രോസസ് ബി അക്കൗണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 2000 യൂണിറ്റ്സ് ആണ്. സോ ഇൻപുട്ടിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് വരുന്നത് 4 രൂപ വെച്ചിട്ടാണ്. ദെൻ മറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ 4000 രൂപയാണ്, ലേബർ 1000 രൂപയാണ്, ഓവർ ഹെഡ്സ് 700 ആണ്. ദെൻ നോർമൽ ഉണ്ടാവുന്ന ലോസ് 10%. അതായത് ഇൻപുട്ട് 2000 യൂണിറ്റ്സ് ആണ്, അതിൻ്റെ 10% ലോസാണ് നോർമലി സംഭവിക്കുന്നത്. നോർമൽ ലോസിനെ സ്ക്രാപ്പായിട്ട് സെയിൽ ചെയ്യുന്നത് 1 രൂപ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ പ്രോസസ് ബി അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ പ്രോസസ് ബിയിൽ ഫൈനൽ ഉണ്ടാവുന്ന ഫിനിഷ്ഡ് ഗുഡ് 1900 യൂണിറ്റ്സ് ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് പ്രോസസ് ബി അക്കൗണ്ടും അബ്നോർമൽ ഗെയിൻ അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് അക്കൗണ്ടും നോർമൽ ലോസ് അക്കൗണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്തിട്ടുള്ള അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അത് നമ്മൾ പ്രോസസ് ബി അക്കൗണ്ട് വരച്ചു. പ്രോസസ് ബി അക്കൗണ്ടിൽ നമ്മൾ ആദ്യം തന്നെ ഇൻപുട്ട് എഴുതണം അല്ലേ. അതായത് ടു യൂണിറ്റ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് എഴുതണം. ഇൻപുട്ട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. 2000 യൂണിറ്റ്സ് ആണ്. 2000 യൂണിറ്റ്സിനെ ചാർജ് ചെയ്യുന്നത് പെർ യൂണിറ്റിന് 4 രൂപ വെച്ചിട്ടാണ് അല്ലേ. സോ 2000 × 4 8000 രൂപ നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതി. ഓക്കെ, ദെൻ പിന്നെ വരുന്ന എക്സ്പെൻസുകൾ മെറ്റീരിയൽ ആണല്ലേ. മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്, ഇത് മൂന്നും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി കൊടുത്തു. ദെൻ ഇപ്പോൾ ഈ ഒരു അബ്നോർമൽ ഗെയിൻ എന്നുള്ള പാർട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. ദെൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാണ്. ക്രെഡിറ്റ് സൈഡിൽ നോർമൽ ലോസ് എഴുതണമല്ലോ. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് പോലെ 10% നോർമൽ ലോസ് അല്ലേ. അതായത് 2000 ആണ് നമ്മുടെ ഇൻപുട്ട്, അതിൻ്റെ 10% നോർമലി ലോസ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 2000ൻ്റെ 10% കണ്ടിട്ട് യൂണിറ്റ് കോളത്തിൽ 200 എന്ന് എഴുതി. ദെൻ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുള്ളത് 1 രൂപ വെച്ചിട്ടാണല്ലേ. സോ 200 × 1 നമ്മൾ എമൗണ്ട് കോളത്തിലേക്കും 200 എന്ന് എഴുതി കൊടുത്തു. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്രോസസ് ബി അക്കൗണ്ടിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫൈനലി ഉണ്ടാവേണ്ട ബാലൻസ് 1900 യൂണിറ്റ്സ് ആണല്ലേ. അവരുടെ നോർമൽ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് 1900 ആണ്. ഓക്കെ, അപ്പോൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് നമുക്ക് 1900 എന്നും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഇങ്ങനെ ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ പെർ യൂണിറ്റിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അല്ലേ. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് ഡാറ്റാസൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കവിടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടില്ല. ഇനി ഇവിടെ അബ്നോർമൽ ഗെയിനോ അബ്നോർമൽ ലോസോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലേ. ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ദെൻ നമ്മളിതൊന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ 2000 യൂണിറ്റ്സ് ആണ് ഇൻപുട്ട് വന്നിട്ടുള്ളത് അല്ലേ. പക്ഷേ ക്രെഡിറ്റ് സൈഡിൽ നോർമൽ ലോസിൻ്റെ 200 യൂണിറ്റ്സും അതുപോലെ തന്നെ ഈ ഒരു ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ 1900 യൂണിറ്റ്സും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 2100 കിട്ടുന്നുണ്ട്. 2100നെ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. ഡെബിറ്റ് സൈഡിൽ അപ്പം 2000 യൂണിറ്റ്സ് മാത്രമാണല്ലേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ 2100ൽ നിന്നും ഈ 2000 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് അബ്നോർമൽ ഗെയിൻ ആണ് കിട്ടിയിട്ടുള്ളത്. അത് 100 യൂണിറ്റ്സ് ആണല്ലേ. ഇതിൽ ഡൗട്ടില്ലെന്ന് വിചാരിക്കുന്നു. കാരണം അബ്നോർമൽ ഗെയിൻ നമുക്ക് കിട്ടുന്നത് ഡെബിറ്റ് സൈഡിലാണ്, അബ്നോർമൽ ലോസ് കിട്ടുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. നമ്മൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഡാറ്റാസ് നമ്മൾ ഈ ഒരു പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. റഫായിട്ടൊന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്തിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുണ്ടായിരുന്നത്. ക്രെഡിറ്റ് സൈഡിനെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതിയിട്ട് ബാലൻസ് ചെയ്തപ്പം അബ്നോർമൽ ഗെയിന് 100 യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അബ്നോർമൽ ഗെയിനിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ എമൗണ്ടും നമുക്കറിയില്ല അല്ലേ. ഇതിൻ്റെ കാൽക്കുലേഷനാണ് നമുക്കിനി നടത്താനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. കാൽക്കുലേഷൻ ഓഫ് അബ്നോർമൽ ഗെയിൻ. നമുക്കറിയാം അബ്നോർമൽ ഗെയിനിൻ്റെ കാൽക്കുലേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് സൈഡിലാണല്ലേ. അപ്പോൾ 8000 ഒരു എക്സ്പെൻഡിച്ചറാണ്, മെറ്റീരിയലിൻ്റെ എക്സ്പെൻഡിച്ചറാണ്, ലേബർ ഒരു എക്സ്പെൻഡിച്ചറാണ്, ദെൻ ഓവർ ഹെഡ് ഒരു എക്സ്പെൻഡിച്ചറാണ്. ഇത്രയും എമൗണ്ടിന് കൂട്ടി കഴിഞ്ഞിട്ട് അതിനെ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്ത എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് യൂണിറ്റ് മൈനസ് നോർമൽ ലോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു.
ആ ഇക്വേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇക്വേഷൻ നോട്ട്ബുക്കിലേക്ക് എഴുതിയിരിക്കണം കേട്ടോ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് യൂണിറ്റ് ഓഫ് നോർമൽ ലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് റഫായിട്ടൊന്ന് ടോട്ടൽ ചെയ്യാണ്. 8000 പ്ലസ് 4000 പ്ലസ് 1000 പ്ലസ് 700. ഇത് ചെയ്തിട്ട് നമ്മൾ അതിൽ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യാണ്. അതായത് 200 മൈനസ് ചെയ്ത് കൊടുത്തു. അതിനെ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് യൂണിറ്റ് ഓഫ് നോർമൽ ലോസ് 2000 മൈനസ് 200 ചെയ്തു. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 13500 ഡിവൈഡഡ് ബൈ 1800 എന്നാണ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 7.5 ആണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം അബ്നോർമൽ ഗെയിനിൻ്റെ യൂണിറ്റ് ഓഫ് എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 7.5 ആണല്ലേ. അപ്പോൾ 100 യൂണിറ്റ് ആണ് അബ്നോർമൽ ഗെയിന്. 100 × 7.5 നമുക്ക് 750 ഇവിടെ കിട്ടി. ഓക്കെ, നമുക്ക് ആ ഒരു സൈഡ് ക്ലിയർ ആയില്ലേ. ഈ സൈഡ് ടോട്ടൽ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 14450 ആണ്. ഞാനതവിടെ എഴുതാൻ വിട്ടുപോയിട്ടുള്ളതാണ്. 14450 ആണ് ഈ ഒരു സൈഡിൽ കിട്ടുക. ഓക്കെ, ദെൻ നമ്മൾ അതിനെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി. ക്രെഡിറ്റ് സൈഡിൽ ഇപ്പോൾ നമുക്ക് ആകെ ഇവിടെ ഉള്ളത് നോർമൽ ലോസിൻ്റെ എമൗണ്ട് ആണല്ലേ. അപ്പം 14450 നിന്നും 200 മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് 14250 എന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് പ്രോസസ് അക്കൗണ്ട് അല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമാണ്. അബ്നോർമൽ ഗെയിനിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കില്ല. അബ്നോർമൽ ഗെയിനിൻ്റെ യൂണിറ്റ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് രണ്ടും കണ്ടുപിടിക്കുന്നത് ഒരേപോലെയാണല്ലേ. അതായത് ഡെബിറ്റ് സൈഡിൽ നിന്ന് റഫ് ടോട്ടൽ ചെയ്യുക. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്ത് കൊടുക്കുക. അതിനെ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസിൻ്റെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ യൂണിറ്റ് കോസ്റ്റിൻ്റെ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ദെൻ അത് വെച്ചിട്ട് അബ്നോർമൽ ലോസിനെയോ ഗെയിനെയോ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിൻ്റെ ടോട്ടൽ എമൗണ്ട് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കിട്ടുള്ളൂ അല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ അബ്നോർമൽ ഗെയിൻ അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് അക്കൗണ്ടും നോർമൽ ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും നോർമൽ ലോസ് അക്കൗണ്ടും നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കാം. ഞാനിവിടെ ആദ്യം നോർമൽ ലോസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. നിങ്ങൾ കോളത്തിൻ്റെ ടൈറ്റിലൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ. യൂണിറ്റ് എമൗണ്ട് സാധാ പ്രോസസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. ഇവിടെ പ്രോസസ് ബി അക്കൗണ്ടിൽ നോർമൽ ലോസ് വന്നിട്ടുള്ളത് 200 യൂണിറ്റ്സ് ആണല്ലേ. 200 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ എമൗണ്ടും 200 ആണ്. അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. സോ നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോസസ് ബി അക്കൗണ്ട് എന്നല്ലേ വരിക. അതായത് ഇവിടെ പ്രോസസ് ബി അക്കൗണ്ടിൽ നോർമൽ ലോസ് ക്രെഡിറ്റ് സൈഡിലാണ്. ഇതിന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റണം അല്ലേ. സോ നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോസസ് ബി അക്കൗണ്ട് നമ്മളതിവിടെ റെക്കോർഡ് ചെയ്തു. അതായത് പ്രോസസ് ബി അക്കൗണ്ടിൽ യൂണിറ്റ് 200 എമൗണ്ട് 200. ഓക്കെ, ദെൻ ഈ നോർമൽ ലോസിനെ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സ്ക്രാപ്പിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ അബ്നോർമൽ ഗെയിനിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതും പ്രോസസ് ബി അക്കൗണ്ടിലേക്കാണ്. അബ്നോർമൽ ഗെയിൻ നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത് 100 യൂണിറ്റ്സ് ആണല്ലേ. 100 യൂണിറ്റ്സിന് 1 രൂപ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. അതിന് നമ്മൾ ഇവിടേക്ക് എഴുതിയിട്ടുണ്ട്. ദെൻ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ നോർമൽ ലോസ് സംഭവിച്ചിട്ടുള്ളതിൽ 100 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അബ്നോർമൽ ഗെയിനിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി 100 യൂണിറ്റ്സ് ആണ് സെയിൽ ഓഫ് സ്ക്രാപ്പിൽ ഇൻക്ലൂഡ് ആവുക. സോ സെയിൽ എന്ന് പറഞ്ഞതിൻ്റെ നേരെ നമ്മൾ 100 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റ് എമൗണ്ടും എത്രയാണ്, 1 രൂപയാണ്. സോ 100 × 100 നമ്മൾ എമൗണ്ട് കോളത്തിലേക്കും എഴുതി കൊടുക്കുക. ഇതിനെ ജസ്റ്റ് ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രോസസ് ബി അക്കൗണ്ടിൽ നോർമൽ ലോസ് നമ്മൾ എഴുതിയിട്ടുള്ളത് 200 യൂണിറ്റ്സ് ആയിരുന്നു. അതിൻ്റെ എമൗണ്ടും 200 ആയിരുന്നു. ഈ 200 സംഭവിച്ചിട്ടുള്ള നോർമൽ ലോസിൽ നമ്മൾ എന്ത് ചെയ്തു, 100 യൂണിറ്റിനെ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അബ്നോർമൽ ഗെയിൻ സംഭവിച്ചിട്ടുള്ളത് 100 യൂണിറ്റ്സ് ആണ്. സോ ബാക്കി 100 യൂണിറ്റ്സിനെയാണ് നമ്മൾ സ്ക്രാപ്പായിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അബ്നോർമൽ ഗെയിന് 100 യൂണിറ്റ്സ് 1 രൂപ വെച്ചിട്ട് 100 എന്ന് എഴുതി. അതേപോലെ തന്നെ സെയിൽ ഓഫ് സ്ക്രാപ്പ് ഈ 100 യൂണിറ്റ്സിനെ 1 രൂപ വെച്ചിട്ട് 100 എന്ന് എഴുതി. ഓക്കെ, ദെൻ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ ഈ പ്രോസസ് ബി അക്കൗണ്ടിൻ്റെ ബേസിലാണ് ട്രാൻസ്ഫേഴ്സൊക്കെ നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ അബ്നോർമൽ ഗെയിൻ ഉണ്ടായിട്ടുള്ളത് 100 യൂണിറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രോസസ് ബി അക്കൗണ്ട് ഡെപ്റ്റർ ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് എന്നാണ്. സോ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലെ പ്രോസസ് ബി അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരച്ചു. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ നമ്മൾ പ്രോസസ് ബി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. 100 യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ഗെയിന് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 7.5 രൂപ വെച്ചിട്ടില്ലേ. അതായത് 100 × 7.5 750 ആണ് എമൗണ്ട് കിട്ടുന്നത്.
ഓക്കെ. ദെൻ നമ്മൾ ആ സൈഡ് ടോട്ടൽ ചെയ്തു, അതിനെ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി 100 750. ഓക്കെ. ഇനി നമ്മൾ നോർമൽ ലോസ് അക്കൗണ്ടിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു അല്ലേ അബ്നോർമൽ ഗെയിനിന് 100 യൂണിറ്റ്സും 100 രൂപ എമൗണ്ടും. അത് നമ്മൾ എന്ത് ചെയ്തു, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റോ ടു നോർമൽ ലോസ് അക്കൗണ്ട് എന്നാണ് ജേർണൽ എൻട്രി വരിക അല്ലേ. സോ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിന് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. സോ നോർമൽ ലോസ് അക്കൗണ്ട് യൂണിറ്റിൽ 100 എമൗണ്ടിൽ 100. ഇനി ഇതിന് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 100 യൂണിറ്റ്സ് അതുപോലെ തന്നെ 100 രൂപയും നോർമൽ ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 750 രൂപയിൽ അപ്പം 100 രൂപ മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ടിനെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. ഓക്കെ. നമ്മൾ നോട്ട്ബുക്കിൽ ജേർണൽ എൻട്രീസ് എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങളത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്തു, 750 യൂണിറ്റ്സിൽ നിന്നും 100 രൂപ മൈനസ് ചെയ്താൽ നമുക്ക് 650 കിട്ടും. ഈ 650നെ നമ്മൾ മാറ്റേണ്ടത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്കാണ്. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇനി നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിലുള്ള ഈ ഒരു പിക്ചർ നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഒന്നുമില്ല, ആകെ നോക്കേണ്ടത് അബ്നോർമൽ ഗെയിൻ ഉണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് ഉണ്ടോ എന്നുള്ളതാണ്. ദെൻ അതിൻ്റെ വാല്യുവേഷനാണ്. വാല്യുവേഷനും വളരെ സിമ്പിളാണ്. പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഒന്ന് റഫായിട്ട് ടോട്ടൽ ചെയ്തിട്ട് അതിന് ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവുന്ന ആ ഒരു സ്ക്രാപ്പ് വാല്യൂ കൊണ്ട് മൈനസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻപുട്ട് മൈനസ് യൂണിറ്റ് ഓഫ് നോർമൽ ലോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അബ്നോർമൽ ഗെയിനിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ലോസിൻ്റെ എമൗണ്ട് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ എമൗണ്ടും എഴുതാൻ പറ്റും. ഓക്കെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. എല്ലാവരും ഇത് എഴുതിയെടുക്കുക കേട്ടോ. ബാക്കി പ്രോബ്ലം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.